പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നാണ്. വീണ്ടും തുടരുകയാണ് നമ്മളത്. ഇന്നത്തെ നമ്മുടെ ചിന്ത കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഒന്ന് കൊരിന്ത്യർ 10-ന്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് പ്രിയരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പിൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നു ആകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൻ്റെ അംശികളാകുന്നുവല്ലോ. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ. യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിൻ്റെ കൂട്ടാളികളല്ലയോ? ഞാൻ പറയുന്നതെന്ത്? വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നു എന്നോ? വിഗ്രഹം വല്ലതുമാകുന്നു എന്നോ? അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾ കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രം കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. അല്ല, നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നുവോ? അവനേക്കാൾ നാം ബലവാന്മാരോ? മതി. താങ്ക് യു. ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽ നാം ചിന്തിക്കുന്നത് ഏതാണ് ജീവനുള്ള ആരാധന എന്താണ്, അല്ലെങ്കിൽ സത്യാരാധന എന്താണ്, അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ജീവനുള്ള ആരാധനയെ പറ്റിയാണ് നമ്മുടെ ചിന്ത. വിഗ്രഹാരാധന എന്ന് പറയുന്ന ആശയത്തെയാണ് ഇവിടെ പ്രധാനമായിട്ടും വിഗ്രഹാരാധനയെ പറ്റിയാണ് ഇവിടെ വിശദമാക്കുന്നത്. വിഗ്രഹാരാധനയെപ്പറ്റി കൊരിന്ത്യർ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പിതങ്ങളെപ്പറ്റി സംസാരിച്ചു നമ്മളൊരിക്കൽ. ഇന്ന് വിഗ്രഹത്തിന് അർപ്പിച്ചതിനെ പറ്റി, അല്ലെങ്കിൽ വിഗ്രഹത്തെ ആരാധിക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകളാണ് ഇതിന്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മറുവശമായ സത്യ ആരാധന, അല്ലെങ്കിൽ ജീവനുള്ള ആരാധന എന്താണ്, അതിനെന്താണ് നമുക്ക് ലഭ്യമാക്കുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ വിഗ്രഹാരാധനയെപ്പറ്റി 1-2 കാര്യങ്ങൾ പറഞ്ഞ ശേഷം സത്യ ആരാധന എന്താണ്, അതിനകത്ത് എന്താണ് നമുക്ക് ലഭ്യമാകുന്നത് എന്നുള്ള ഈ വചനത്തിൽ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. വിഗ്രഹാരാധന എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തും ഉള്ള ഒരു സ്വാഭാവികമായ ഒരു ആരാധനാ രൂപമാണ്. ഒരുപക്ഷെ മനുഷ്യന് ദൈവത്തോട് ബന്ധപ്പെടാനോ മനസ്സിലാക്കാനോ കഴിയാതെ വന്ന കാലഘട്ടങ്ങളിൽ എല്ലായ്പ്പോഴും അവൻ വിഗ്രഹത്തെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്, വിഗ്രഹങ്ങളോട് പ്രതിപത്തി കാണിക്കേണ്ടി വന്നു, വിഗ്രഹങ്ങൾ വിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ജീവിതം വളരെ സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് പൗരാണിക മതങ്ങളിൽ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പൂർണ്ണമായിട്ടും സെമറ്റിക് മതങ്ങളല്ലാത്ത മതങ്ങൾ എന്ന് വേണം നമുക്ക് വിളിക്കാൻ തോന്നുന്നു. അപ്പം മതങ്ങളിൽ എല്ലാവരിലും ഇത് അത്ര തീക്ഷ്ണമല്ലെങ്കിലും പദങ്ങൾ പറയുന്നതിൽ ഇച്ചിരി അപകടമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് വിഷമിക്കുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത മതങ്ങളിലാണ് കൂടുതൽ ഈ വിഗ്രഹങ്ങളുടെ രൂപം നമ്മൾ കൂടുതൽ കാണുക. എന്നാൽ ഇതെല്ലായിടത്തും ഉണ്ടെന്നുള്ളതാണ് സത്യം. എല്ലാ വ്യവസായ മതങ്ങളിലും ഈ വിഗ്രഹങ്ങളുടെ അതിൻ്റെ ഉപയോഗമുണ്ട്. എന്താണ് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെപ്പറ്റി വിഗ്രഹത്തെ ആരാധിക്കുന്നവർ പറയുന്ന ഒരു ന്യായം, അല്ലെങ്കിൽ അവർ അതിനെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്, ഒരു ദൈവ സാന്നിധ്യത്തെ നമ്മൾക്ക് ഒരു വിഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ആ വിഗ്രഹത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഒരു ഇമേജ് ഉണ്ടാക്കാൻ സഹായിക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു വിഗ്രഹമില്ലായ്മ എന്ന് പറയുന്നത് നമ്മൾക്ക് ശീലമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഒരു വിഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ അതിൽ ഫോക്കസ്ഡ് ആയിരിക്കും. വിഗ്രഹം ഇരിക്കുന്നിടത്ത് നമ്മളുടെ ഒരു തോന്നലുണ്ടാകും, ഇവിടെ ഒരു ദൈവമുണ്ടെന്നൊരു തോന്നൽ സൃഷ്ടിക്കപ്പെടാൻ അതിന് സാധ്യതയാണ്, ശേഷിയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ആളുകൾ അത് ഉപയോഗിക്കാനുള്ള സാധ്യമായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള മേഖലകളിൽ, അത്തരമുള്ള ആരാധനാലയങ്ങളിലോ ഇടങ്ങളിലൊക്കെ
മനുഷ്യർ ദൈവ സാന്നിധ്യമുണ്ടെന്നുള്ളൊരു വിശ്വാസം വെച്ച് പുലർത്താൻ സാധ്യതയുണ്ട്. അത് മനുഷ്യൻ്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കാറുണ്ട് എന്നുള്ളതാണ് വേറൊരു സത്യം. ആരാധനാ മേഖലയിൽ മാത്രമല്ല, ഭവനത്തിൽ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തന്നെ ഈ വിഗ്രഹങ്ങളുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് മനുഷ്യരിൽ പൊതുവേ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് വിഗ്രഹം എന്ന് പറയുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ദൈവം കൊടുത്ത കൽപ്പനകളെല്ലാം വിഗ്രഹങ്ങൾ ഒഴിവാക്കണമെന്ന് തന്നെ പറയാൻ കാരണം. വിഗ്രഹങ്ങൾ പല രൂപത്തിലാണ് നമ്മളെ സ്വാധീനിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പല രൂപത്തിൽ, കേവലം നമ്മളുണ്ടാക്കുന്ന ഒരു ദൈവരൂപത്തിൽ മാത്രമല്ല, മനുഷ്യൻ്റെ സമസ്ത മേഖലകളിലും അതിൻ്റെ സ്വാധീനങ്ങൾ. എന്താണ് വിഗ്രഹം എന്ന് പറയുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഭൂമിയിലുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള മറ്റു മൃഗങ്ങളുടെ, പക്ഷിമൃഗാദികളുടെയൊക്കെ രൂപത്തിലേക്ക് മാറ്റി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അതിലുപരിയായിട്ട് നമ്മൾ ഒത്തിരി പല സിമ്പലുകൾ ഉപയോഗിച്ച് ദൈവ സാന്നിധ്യത്തെ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് കുരിശ് ഉപയോഗിക്കുക, ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ദൈവ സാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും. അതുകൊണ്ടാണല്ലോ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ പിശാചിനെതിരെ കുരിശ് കാണിക്കുക എന്നുള്ളൊരു ആശയം തന്നെ വരുന്നത്. അങ്ങനെ വരുന്നതുകൊണ്ട് അതൊരു ദൈവ സാന്നിധ്യം എന്നുള്ള വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ വസ്തുക്കളിൽ, തേജോമയനായ ദൈവത്തെ വസ്തുക്കളിൽ നമ്മൾ ആരോപിക്കുന്നിടത്താണ് ഒരു വിഗ്രഹത്തിൻ്റെ സാധ്യത ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിയാത്ത ദൈവത്തെ നമ്മൾ ഏതെങ്കിലും വസ്തുക്കളിൽ ഒളിപ്പിക്കുവാനോ വസ്തുക്കളിൽ പ്രതിഫലിപ്പിക്കുവാനുള്ള ശ്രമമാണത്. അത് ഒരുപക്ഷെ ഒരു പരിധിവരെ മനുഷ്യൻ റിപ്പീറ്റഡ്ലി അതിനെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, ദൈവ സാന്നിധ്യത്തെ പറ്റി ഓർമ്മിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ആളുകൾ, വടക്കേന്ത്യയിലൊക്കെ പോകുന്ന വഴിക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പോകുന്ന വഴിക്കെല്ലാം കാണുന്ന പുഴയിലും ഒക്കെ ആളുകൾ പൈസ എറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പുഴകളിലൊക്കെ ഇങ്ങനെ ട്രെയിനിൽ നിന്ന് പൈസ എറിയും. അപ്പോൾ അതൊക്കെ ദൈവ അവബോധം പുഴകളിലോ മരങ്ങളിലോ വസ്തുക്കളിലോ ഒക്കെ മനുഷ്യൻ ആരോപിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. എന്താണെങ്കിലും ഇതിലെല്ലാം പുറകിൽ അവൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ദൈവത്തെപ്പറ്റി അവനെ റിമൈൻഡ് ചെയ്യുന്ന, ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളെയാണ്. അപ്പോൾ ഈ വസ്തുക്കളിലുള്ള ആരോപണമാണ്, ദൈവത്തെ ആരോപിക്കുന്ന രീതിയാണ് ഈ വിഗ്രഹമെന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുന്നത്. എല്ലാ പരമ്പരാഗത മതങ്ങളിലും ഈ സംഭവത്തിൻ്റെ സാധ്യതകളുണ്ട്. പക്ഷെ ദൈവം പഠിപ്പിക്കുന്നത് ഇതിൽ നിന്ന് പുറത്തു വരാനാണ് മനുഷ്യൻ പ്രേരിപ്പിക്കുന്നത്. അതിനെപ്പറ്റി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ ദൈവത്തെ നിങ്ങൾ ചെറിയ വസ്തുക്കളിൽ ആരോപിക്കുന്നു, ഇത് തെറ്റാണ്. അതാണ് അതിൻ്റെ തെറ്റ അല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയാനുള്ളൊരു കാരണം. ഇനി ഈ വിഗ്രഹാരാധന എന്ന് പറയുന്നത് കേവലം ഒരു പള്ളിയിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ മോസ്കിലോ വെക്കുന്ന ചെറിയ രൂപം എന്ന രീതിയിൽ അർത്ഥം മാത്രമല്ല. ഇത് മനുഷ്യർ കൈകളിൽ ധരിക്കുന്ന, ശരീരത്തിൽ ധരിക്കുന്ന വസ്തുക്കളായിട്ടും മാറാറുണ്ട്. പലപ്പോഴും നമ്മുടെ ആഭരണങ്ങളുടെ ഭാഗമായിട്ട് ഇത് മാറാറുണ്ട്. ഇനി അതിൽ നിന്നും തീക്ഷ്ണമായിട്ട് ടാറ്റു പോലുള്ള സംഗതികളെ ശരീരത്തിൽ വഹിക്കാറുണ്ട്. ഇനി അതിനും പിന്നെയും ആഴത്തിൽ പോയി കഴിഞ്ഞാൽ ഈ സാത്താൻ സേവ പോലുള്ള സംവിധാനങ്ങളിലൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളത്, ഈ ത്വക്കിനടിയിലുള്ള പല സംഗതികളായിട്ട് തൊലിക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഇൻസേർഷനായിട്ടുള്ള വസ്തുക്കൾ വരെയായിട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ വിഗ്രഹങ്ങളുടെ പല ഫോം നമ്മുടെ സമൂഹത്തിലുണ്ട്, പല രൂപത്തിൽ. അപ്പോൾ അവർ വിശ്വസിക്കുന്ന ഡെയിറ്റിയെ, ദൈവ സങ്കല്പത്തെ അവരുമായി ചേർക്കുന്ന, അവരുടെ ശരീരവുമായി ചേർക്കുന്ന, അല്ലെങ്കിൽ വ്യക്തിയുമായിട്ട് ചേർക്കുന്ന ഒത്തിരി സാധ്യതകൾ, അത് ഭവനത്തിലാവട്ടെ, നമ്മുടെ ഡ്രസ്സിലാവട്ടെ, ഒരു പക്ഷേ ഏതെല്ലാം മേഖലകളിൽ ആക്കി തീർക്കാമോ അതെല്ലാം മനുഷ്യൻ ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാം ബേസിക് കാര്യം ഇത്രയേ ഉള്ളൂ, അവൻ വിശ്വസിക്കുന്ന ദൈവത്തെ അവനുമായിട്ട് എത്രത്തോളം ചേർത്ത് നിർത്താൻ കഴിയുമോ അതിനുള്ള ശ്രമമാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ അപകടമെന്ന് പറയുന്നത്, വചനം നമ്മളോട് പറയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്താൽ പോലും നാം ചെയ്യുന്ന ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമാണ്. കാരണം ഈ ദൈവത്തെ നമുക്ക് അങ്ങനെ നമ്മുടെ ശരീരത്തിൽ വസ്തുക്കളായിട്ട് ആരോപിക്കാവുന്നൊരു ദൈവമല്ല, മറിച്ച് ആ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരിടം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. ഹല്ലേലൂയ. ഇവിടെ ഒഴിച്ച് വേറെ എവിടെ നമ്മൾ അവസരം കൊടുത്താലും ആ ദൈവത്തോട് ചെയ്യുന്ന തെറ്റാണ് എന്നുള്ളതാണ് വചനം പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന, അവനായിട്ടുണ്ടാക്കിയ ഒരേ ഒരു കാര്യം നമ്മളുടേതാണ്. ബാക്കിയെല്ലാം നമ്മളുണ്ടാക്കുന്ന വസ്തുക്കളാണ്. നമ്മളുണ്ടാക്കുന്ന ഏത് വിഗ്രഹവും നമ്മളുണ്ടാക്കുന്നതാണ്, നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കുന്നതാണ്. പക്ഷെ ദൈവം തൻ്റെ കരം കൊണ്ടുണ്ടാക്കിയ ഒരാലയം എന്ന് പറയുന്നത് നമ്മളാണ്. അവൻ്റെ കയ്യാൽ മെനഞ്ഞ് അവൻ്റെ ശ്വാസം മൂതി അവന് വസിക്കാൻ ഇടമാക്കി നമ്മളെ രൂപപ്പെടുത്തിയ ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ വസിക്കാനാണ് ആഗ്രഹം. അതല്ലാതെ മറ്റെന്തിലും നമ്മൾ ആരോപിച്ചാലും ആ ദൈവത്തിൻ്റെ ആ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് മാറുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഇതിങ്ങനെ വളരെ നീണ്ടു കിടക്കുന്നൊരു പ്രക്രിയയാണ്. ചില സമയത്ത് നമുക്ക്
മറ്റു മനുഷ്യരിൽ നമ്മൾ വിഗ്രഹങ്ങളായിട്ട് മാറാറുണ്ട്. നമുക്ക് ദൈവദാസന്മാരായ ആളുകൾ, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവരൊക്കെ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വിഗ്രഹങ്ങളായിട്ട് മാറ്റപ്പെടാം. മനുഷ്യ വിഗ്രഹങ്ങളായിട്ട് മാറ്റപ്പെടുന്ന അവസ്ഥകളുണ്ട്. വലിയ ദൈവപ്രവർത്തികൾ ചെയ്യുന്നവരെ കുറേ കഴിയുമ്പോൾ നമുക്ക് അവരിലേക്ക് ഒരു ഫോക്കസ്, അവരിലേക്ക് ഒരു ആരാധന, അവരോടൊരു അറ്റാച്ച്മെൻറ്റ്, അവരുടെ ഒരു കൈവപ്പ്, ഇങ്ങനെ നമ്മൾ മാറിപ്പോകുന്നുണ്ട് പലപ്പോഴും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പലപ്പോഴും മനുഷ്യരിലേക്ക് ആരോപിക്കുന്ന ഒരു അപകടം ഉണ്ടാകാറുണ്ട്. ഇനി അവിടെ കഴിഞ്ഞാൽ പലപ്പോഴും നാം നമ്മളിലേക്ക് തന്നെ ഈ വിഗ്രഹവൽക്കരണം നടത്താറുണ്ട്. എങ്ങനെ? ഞാൻ അല്പം പ്രാർത്ഥിക്കുകയും പാടുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ എനിക്ക് തന്നെ തോന്നി ഞാൻ വലിയ തെറ്റില്ലാത്ത ഒരു ദൈവ മനുഷ്യനാണെന്നങ്ങ് തോന്നിപ്പോവും. ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് സംഭവിച്ചത് എന്നൊക്കെ നമുക്കങ്ങ് തോന്നിപ്പോവും. ഞാൻ പറഞ്ഞതുകൊണ്ടാണ്, ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഒക്കെ നമുക്കങ്ങ് തോന്നിപ്പോവും. ഇതെല്ലാം നമ്മളിൽ നടക്കുന്ന, അറിയാതെ നടക്കുന്ന വിഗ്രഹവൽക്കരണങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. നമുക്ക് വേണമെങ്കിൽ അവിടെ രൂപം ഉണ്ടാക്കിയ രൂപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം, വീട്ടിൽ വെക്കാതെയൊക്കെ രക്ഷപ്പെടാം. പക്ഷെ നമ്മളെ വിഗ്രഹമാക്കുന്ന പ്രക്രിയ നമ്മളെങ്ങനെ പുറത്തു ചാടും? പലപ്പോഴും നമ്മുടെ ജീവിതം ഒരുവിധ ക്രമത്തിലങ്ങ് പോകുമ്പോൾ നമുക്ക് തോന്നും കുഴപ്പമില്ല, ഓക്കെ. അങ്ങനെ വരുന്നിടത്താണ് പലപ്പോഴും നമ്മൾ ഈ ലോകം മുഴുവൻ ശരിയല്ല എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും. കാരണം ഞാൻ ശരിയാണ്, മറ്റാരും ശരിയല്ല എന്നൊക്കെ നമുക്കങ്ങ് തോന്നിപ്പോവും. ഇതുപോലുള്ള സംഗതികൾ നമ്മുടെ തലയ്ക്കകത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം ഉണ്ടാക്കുന്ന ആരുടെ പദ്ധതി എന്നറിയാമോ? സത്യദൈവത്തെ അറിയരുന്ന്, മനസ്സിലാക്കരുന്ന്, ആരാധിക്കരുന്ന് ശാഠ്യമുള്ള പിശാചിൻ്റെ പദ്ധതികളാണ് ഈ ആശയങ്ങളൊക്കെ തരുന്നത്. അതുകൊണ്ട് വിഗ്രഹങ്ങളെ വിട്ട് ഓടുക എന്നുള്ള പദപ്രയോഗം ഇവിടെ നമ്മൾ വായിക്കും. നോക്കിക്കേ, അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ട് ഓടുവിൻ എന്ന് പറഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് നേരിട്ട് ജയിക്കാനും സാധിക്കുന്ന കാര്യമല്ല. അത് അങ്ങനെയുള്ള അവസരത്തിലാണല്ലോ ഓടുന്നത്, അല്ലേ? അടിച്ച് ജയിക്കാൻ പറ്റുന്നിടത്ത് നമ്മൾ ഇടിച്ച് നിൽക്കും നമ്മൾ. പക്ഷെ പറ്റില്ലാത്തരത്തിലല്ലേ നമ്മൾ ഓടുന്നത്. ഇതിനോടൊന്നും നേരിട്ട്, പാപത്തോടൊന്നും നമുക്ക് ജയിക്കാൻ പറ്റില്ല, വിട്ട് ഓടാനേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള പദപ്രയോഗങ്ങളാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. ചിലതൊന്നും നമുക്ക് നേരിട്ടൊന്നും ജയിക്കാനൊന്നും പറ്റത്തില്ല, ചിലതൊക്കെ നമുക്ക് ഇട്ട് ഓടാനേ പറ്റത്തുള്ളൂ, ഒഴിവായി പോകാനേ പറ്റത്തുള്ളൂ, രക്ഷപ്പെടാനേ പറ്റത്തുള്ളൂ. കാരണം സ്വാധീന ശക്തി കൂടുതലായിരിക്കും ചില കാര്യങ്ങൾക്ക് മുമ്പിൽ പെട്ടുപോയാൽ. അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കണം, വിഗ്രഹാരാധന എന്ന് പറയുന്നത് കേവലം നമ്മൾ കാണുന്ന ചില ആളുകൾ അല്ലെങ്കിൽ ചില മതങ്ങൾ, ചില വിശ്വാസങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ചില കാര്യങ്ങളിൽ മാത്രമല്ല. ഇത് പലപ്പോഴും നാം നമ്മളെ തന്നെയോ മറ്റു മനുഷ്യരെയൊക്കെ അറിയാതെ വിഗ്രഹങ്ങളാക്കി വെക്കുന്ന കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ നടക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് മാത്രം വിശ്വസിക്കുകയും നമ്മൾ സാധാരണ മനുഷ്യനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്താണ് നമ്മൾ സേഫായി നിൽക്കുക. ഇല്ലെങ്കിൽ നാം നമ്മെ തന്നെ ആരാധിച്ചു പോകും ചില സമയത്ത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കാം. നമുക്ക് വിഗ്രഹാരാധന വിട്ടോടുവിൻ എന്ന് പറയുന്നു. ഇതിനെ സംബന്ധിച്ച് ഒന്ന് അദ്ദേഹം പറയാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? കൊരിന്ത്യൻ പശ്ചാത്തലം, ഏറെക്കുറെ നമ്മുടെ പശ്ചാത്തലം, ഇന്ത്യയിലെ പശ്ചാത്തലം പോലെ ധാരാളം വിഗ്രഹങ്ങളും ദേവീ ദേവസങ്കല്പങ്ങളും അതുപോലെ തന്നെ ആരാധനാ രൂപങ്ങളും ആരാധന ആലയങ്ങളും ഒക്കെ ചേർന്ന ഒരു സംസ്കാരമാണല്ലോ. അപ്പോൾ അത്ര സംസ്കാരത്തിനകത്ത് വിഗ്രഹങ്ങളുടെ സ്വാധീനം വളരെ കൂടിയാണ്. സഭയെ ഇത് ബാധിച്ചിട്ടുണ്ടാവണം. അതാണ് ഈ ചോദ്യം വരാൻ കാരണം. സഭയ്ക്കകത്ത് ഇതിൽ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവണം. സഭയ്ക്കകത്ത് വിഗ്രഹങ്ങളെപ്പറ്റിയും വിഗ്രഹാരാധനയെപ്പറ്റിയും വിഗ്രഹാർപ്പിതങ്ങളെപ്പറ്റിയും വ്യക്തമായ ചോദ്യങ്ങളും സംശയങ്ങളും സഭാ ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് കൊരിന്ത്യ സഭയോട് എഴുതുമ്പോൾ ഇതിനെപ്പറ്റി എഴുതേണ്ടി വരുന്നത്. സഭയ്ക്കുള്ളിൽ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം. നോക്കുക, അപ്പോൾ ജനത്തിന് സംശയം ഉണ്ടാകുന്നൊരു കാര്യം എന്ന നിലയ്ക്ക് വിഗ്രഹാരാധന എങ്ങനെ കാണണം എന്നുള്ളത് വ്യക്തതയോടെ പറയുകയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന മാർഗമാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. വിഗ്രഹങ്ങളെ റിഫ്യൂട്ട് ചെയ്യാൻ, വിഗ്രഹങ്ങൾ പാടില്ല എന്ന് പറയാൻ, നേരിട്ട് വിഗ്രഹങ്ങൾ പാടില്ല എന്ന് പറയുമല്ല, അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കുക. കർത്താവിൻ്റെ മേശ എന്ന് പറയുന്ന ആ സിമ്പൽ എടുത്തിട്ടാണ് അപ്പോസ്തലൻ അവിടെ നമ്മളത് വിശദമാക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കാൻ മനസ്സിലാവും. കർത്താവിൻ്റെ മേശ, അതാണ് അതിന് പകരം വയ്ക്കുന്നത്. കർത്താവിൻ്റെ മേശയെ എടുത്തു പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ തിരുവത്താഴത്തെ കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വിഗ്രഹാരാധനയ്ക്ക് ഒരു പകരം എന്ന നിലയ്ക്ക് അദ്ദേഹം അതിനെ റിഫ്യൂട്ട് ചെയ്യാൻ, അതിനെ നിഷേധിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കർത്താവിൻ്റെ രക്തവും മാംസവും സംബന്ധിച്ച് കുറ്റക്കാരനാകരുത് എന്ന് പറയുന്ന ഒരു അഫർമേഷൻ, ഒരു തരം ഒരു ഉറപ്പിക്കലാണ് അദ്ദേഹം ഇവിടെ നടത്തുന്നത്. നോക്കിക്കേ, ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ,
ശരീരത്തിൻ്റെ കൂട്ടായ്മ എന്നൊക്കെ പറയുന്ന പദത്തിലേക്ക്. എന്തായിരിക്കും അതിൻ്റെ കാരണമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്, മനസ്സിലായത് ഇങ്ങനെയാണ്. ഒരു പക്ഷേ മനുഷ്യൻ്റെ ഒരു വിഗ്രഹത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, കാണാനും കേൾക്കാനും ഓർത്തിരിക്കാനും പറ്റുന്ന ഒരു ദൈവിക ഇടപെടലിനെ, ദൈവ സാന്നിധ്യത്തെ മനസ്സിലാക്കാനുള്ള മനുഷ്യൻ്റെ ഒരു ആഗ്രഹമുണ്ടല്ലോ, ആ ആഗ്രഹത്തെ സാറ്റിസ്ഫൈ ചെയ്യാനായിരിക്കും ഒരു പക്ഷേ വലിയവനായ ദൈവം തൻ്റെ പുത്രനെ ഇങ്ങോട്ട് അയച്ചതെന്ന് എനിക്ക് തോന്നിപ്പോയി. നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റുന്ന, ഓർത്തിരിക്കാൻ പറ്റുന്ന, ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സിമ്പൽ പോലെയാണ് ക്രിസ്തു നിൽക്കുന്നത് അവിടെ. അവൻ്റെ മരണ പുനരുത്ഥാനങ്ങൾ നമ്മുടെ ഉള്ളിലെ പതിപ്പിച്ച് കിടക്കുന്ന, ആഴത്തിൽ പതിയേണ്ട ഒരു ഓർമ്മയും ചിന്തയുമായിരിക്കണം എന്നുള്ളതായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടായിരിക്കണമല്ലോ ഈ കാര്യത്തെ തന്നെ എടുത്തു പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മളത് ആചരിക്കുന്നത്. ഇന്നും നാം കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളെ ആചരിക്കുന്ന എന്തുകൊണ്ടാണ്, ഓർക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മളിൽ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്ന ദൈവപ്രവൃത്തിയുടെ ഏറ്റവും അത്യുന്നതമായ ഒരു രൂപം എന്ന നിലയ്ക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളാണ്. അപ്പം അത് ആ ഒരു യാഥാർത്ഥ്യത്തെ വരച്ച് വെച്ചുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യത്തെ നിഷേധിക്കുകയും ഉറപ്പിച്ചു പറയുകയും ചെയ്യുകയാണ്, നിങ്ങൾ വിഗ്രഹാരാധന വിട്ടോടണം. വിഗ്രഹാരാധന ശരിയല്ല. ഒരു കോംപ്രമൈസും ഇല്ലാതെ വ്യക്തതയോടെ പറയുകയാണ് വിഗ്രഹാരാധന ശരിയല്ല എന്ന്. അതുകൊണ്ട് ജീവനുള്ള ആരാധനയ്ക്കകത്ത് എന്തുണ്ടാകണം? സത്യാരാധനയ്ക്കകത്ത് വിഗ്രഹങ്ങളുടെ സാധ്യതകൾ കുറയ്ക്കണം. വിഗ്രഹങ്ങൾ എത്രത്തോളം ഒഴിവാക്കാൻ കഴിയുമോ അത്രത്തോളം ഒഴിവാക്കപ്പെടണം. അത് മനുഷ്യനാണെങ്കിലും വസ്തുക്കളാണെങ്കിലും, അത് ടാറ്റു ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വസ്തുക്കളാണെങ്കിലും, നമ്മൾ തന്നെയാണെങ്കിലും, ഏതെല്ലാം രൂപത്തിൽ ദൈവ സാന്നിധ്യത്തെ വികലമാക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെടണം എന്നുള്ളതാണ് സത്യാരാധനയുടെ ലക്ഷണം. സത്യമായ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല. ദൈവമായി തന്നെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു നേർ രൂപമാണ് യഥാർത്ഥത്തിൽ നല്ല ആരാധനയുടെ ശരിയായ ആരാധന. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വിട്ടോടെന്ന് പറയാം. അതുകൊണ്ട് ജീവനുള്ള ആരാധനയിൽ 2 ഘടകങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം, എന്നിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കും. ഒന്നാമത്തെ കാര്യം, അത് മനുഷ്യരെ യോജിപ്പിക്കുന്നതാണ്. ഇറ്റ് യൂണിഫൈസ് ദ പീപ്പിൾ. മനുഷ്യരെ യോജിപ്പിക്കുന്നതാണ്. മനുഷ്യരെ, ജനത്തെ സംയോജിപ്പിക്കുന്ന, യോജിപ്പിക്കുന്ന ഒരു കാര്യമാണ് ശരിയായ സത്യമായ ആരാധന. രണ്ടാമത്തെ കാര്യം, അത് കർത്താവിനോട് താതാത്മ്യപ്പെടുന്നതാണ്. കൺഫോംസ് ടു ദ ലോർഡ്. കർത്താവിനോട് താതാത്മ്യപ്പെടുന്നതാണ്. അത് കൺഫോമിറ്റിയാണ്. കർത്താവിനോട് കൺഫോം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതാണ് ഈ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ യൂണിഫൈ ചെയ്യുന്നത് പറയാൻ കാരണം? നോക്കിക്കേ, അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അപ്പം ഒന്ന് ആകൊണ്ട് പലരായ നാം ഒരു ശരീരം ആകുന്നു. നമ്മൾ ആരാണ്? ആരാധനയ്ക്ക് വന്നിരിക്കുന്ന ആൾ ഒരാളാണോ? അല്ല, നമ്മൾ പലരാണ്. ഇവിടെ 50 പേരുണ്ടെങ്കിൽ 50 വ്യക്തികളാണ്. 50 വ്യത്യസ്ത മനുഷ്യരാണ്. വ്യത്യസ്ത ആഗ്രഹങ്ങളും വ്യത്യസ്ത ചിന്തകളും വ്യത്യസ്ത പ്രശ്നങ്ങളുമുള്ള. നമ്മളിവിടെ ഇരിക്കുമ്പോൾ വ്യത്യസ്ത ചിന്തകളാണ് നമ്മളുടെ തലയ്ക്കകത്ത് പോകുന്നത്. വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത്. 50 പേരുണ്ടെങ്കിൽ 50 വ്യത്യസ്ത ബ്രെയിനുകളാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഈ പലരായ നമ്മൾ ഒന്നാകുന്നു എന്ന് പറയുന്ന ആശയം, അത് ചെറിയ ആശയമല്ല. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ കാര്യം. എങ്ങനെ നമ്മളാകുന്നു? ക്രിസ്തുവിൻ്റെ ശരീരം എന്ന നിലയ്ക്ക്. ആ ഒന്നാക്കുന്ന പ്രക്രിയ, അതിനെ ഓർമ്മിപ്പിക്കുന്ന, വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഒരു കർമ്മമാണ് കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത്. നമ്മൾ ഒന്നാണ് എന്ന് വീണ്ടും വീണ്ടും പറയുക. ഈ ഒന്നാകൽ അത്ര എളുപ്പമാണോ? അല്ല. ഒന്നാകൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു വീട്ടിൽ 2 അല്ലെങ്കിൽ 4 മക്കളുണ്ടെങ്കിൽ 2 പേർ 2 അല്ലെങ്കിൽ 4 ചിന്തകൾ ഒരു അപ്പൻ്റെയും അമ്മയുടെ മക്കളാണെങ്കിൽ. പിന്നെ എങ്ങനെ ഇത്രയും മനുഷ്യർക്ക് ഒന്നായി തീരുവാൻ കഴിയും? അതൊരു ചോദ്യമല്ലേ. ഒരു ബിൽഡിങ് പണിയണമെങ്കിൽ സമാനതകളുള്ള വസ്തുക്കളെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കുറച്ച് ഇഷ്ടികയും കുറച്ച് കല്ലും കുറച്ച് ചുടുകട്ട, ഇങ്ങനെ പല കാര്യങ്ങളെ ചേർത്ത് നമുക്ക് പണിയാൻ പറ്റത്തില്ല. പണിയാൻ ബുദ്ധിമുട്ടാണ്. ഒന്നിനു മേലെ ഒന്നിരിക്കത്തില്ല. നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ സമാനതയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചേ പണിയാൻ പറ്റത്തുള്ളൂ.
വ്യത്യസ്തമായിട്ടുള്ളത് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക? അത് അങ്ങനെ പണിതെടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അത് പ്രയാസമേറിയ കാര്യമാണ്. താരതമ്യേന അത് ബുദ്ധിമുട്ടാണ്, സാധിക്കില്ല. പക്ഷെ നാം പറയുന്നു, പലരായ നാം ഒന്നാണ്, ഒരു ശരീരമാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാണ്, അവൻ തലയാണ്, നമ്മൾ ശരീരമാണ് എന്ന് വചനം പറയുന്നു. അതങ്ങനെ പണിതെടുക്കുക എളുപ്പമുള്ള കാര്യമല്ല. അവിടെയാണ് ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനങ്ങൾ നമ്മൾ ഏകീഭവിക്കുക എന്ന ആവശ്യം വരുന്നത്. ദൈവത്തിൻ്റെ ആരാധനയിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? വ്യത്യസ്തരായ നമ്മൾ ഒന്നായി മാറുന്ന ബോധ്യമാണ്. നമ്മളുടെ വ്യത്യസ്തതകൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ നമ്മൾ ഒന്ന് എന്നുള്ള ബോധം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രൂപപ്പെടുത്തി വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്നറിയാമോ? ചേരാത്ത ഭാഗങ്ങൾ ചേർന്ന് തന്നെ വരും. വിട്ട് കളയേണ്ടത് ഒടിച്ചു കളയേണ്ടത്, ചെത്തിക്കളയാൻ നമുക്ക് ഇടവരും. എനിക്ക് ചേരാൻ പറ്റാത്ത മേഖലകളെ ഞാൻ ചെത്തിച്ചേർക്കാൻ ഞാൻ തയ്യാറാകും. ചില മേഖലകൾ മുഴച്ചു നിൽക്കുന്നു, അത് ഒന്നിച്ചു ചേരുന്നതിന് തടസ്സമുള്ളതാണ്, അതിനെടുത്ത് കളയണം എന്നുള്ള അറിവ് എനിക്കുണ്ടാവുന്നു. അത് ഞാൻ വചനം കേൾക്കുമ്പോൾ, ഞാൻ പാട്ട് പാടുമ്പോൾ, ഞാൻ ആരാധനയുടെ ഏത് രൂപത്തിലിടുമ്പോഴും, ദൈവസന്നിധിയിൽ വരുമ്പോഴും ഉള്ളിലുണ്ടാകുന്ന ഒരു ബോധം എന്താണെന്നറിയാമോ? എനിക്ക് ഒരു സമൂഹത്തിൻ്റെ, ദൈവസഭയുടെ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരേണ്ടതാണ് എന്നുള്ള ബോധ്യമാണ്. അതാണ് ക്രിസ്തീയ സമൂഹത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾ മറ്റ് ചില സമൂഹ രൂപങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ആരാധന രൂപങ്ങൾ. ഒറ്റയ്ക്ക് പോയി ദൈവത്തെ തൊഴുതിട്ട് പോകുന്ന രീതികൾ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ആരാധിക്കുന്ന രൂപങ്ങളുണ്ട്. പക്ഷെ അതല്ലല്ലോ ക്രിസ്തീയ സമൂഹങ്ങളിൽ അല്ലെങ്കിൽ ദൈവസഭയിൽ പ്രാവർത്തികമാകുന്നത്. ദൈവസഭ എന്തുകൊണ്ട് ഒരുമിച്ച് വരുന്നു? എന്തുകൊണ്ട് ഒന്നിച്ചിരുന്ന് പാടുന്നു? എന്തുകൊണ്ട് ഒന്നിച്ച് ആരാധിക്കുന്നു? എന്തുകൊണ്ട് കോർപ്പറേറ്റ് വർഷിപ്പ് ഉണ്ടാകുന്നു? എന്തുകൊണ്ട് നാം ഒരുമിച്ച് സ്വരങ്ങളെ ഉയർത്തുന്നു? എന്തുകൊണ്ട് ഒന്നിച്ച് ആമേൻ പറയുന്നു? എന്താണ് കാരണം? ഒന്നാണ് ക്രിസ്തുവിൽ, ഒരു സ്വരമാണ്, ഒരു ചിന്തയാണ്, ഒരു ബോധ്യമാണ്. ഇതിനെ കെടുത്തിക്കളയുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. നമ്മുടെ ഉള്ളിൽ വിഗ്രഹങ്ങൾ കയറുമ്പോൾ കുഴപ്പം എന്താണെന്നറിയാമോ? വിഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ കുഴപ്പം, നമ്മൾ ഒന്നെന്നുള്ള ചിന്തയ്ക്കപ്പുറത്തേക്ക് ഞാനാണ് എന്നുള്ള ബോധമാണ് ഉണ്ടായി വരിക, എൻ്റേതെന്നുള്ള ബോധമാണ് ഉണ്ടായി വരിക. അങ്ങനെ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാതെ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ക്രിസ്തുവിൽ ഒന്നാകുക എന്നുള്ളതും ആ തലയുടെ കീഴിൽ വരുന്ന ശരീരമായി ക്രിസ്തു എന്ന തലയോളം വളരുന്ന മനുഷ്യരായി മാറുക എന്നുള്ളതും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തി കൊണ്ടും ചിന്തകളിലും വിചാരം കൊണ്ടൊക്കെ നമുക്ക് മാറ്റം വരുത്തേണ്ടത് ആ ഒരു കാര്യമാണ്. നാം ഒന്നാണ് എന്നുള്ള ബോധമാണ്. ആ ബോധം നമ്മുടെ ആരാധനയിൽ സൃഷ്ടിക്കപ്പെടണം, നമ്മുടെ കൂട്ടായ്മകളിൽ സൃഷ്ടിക്കപ്പെടണം. അതാണ് ശരിയായ ആരാധന. ആരാധനയിൽ ഉണ്ടാവേണ്ട ഒരു ഔട്ട്കം അതാണ്. ആരാധനയിൽ ഉണ്ടാവേണ്ട ഒരു ഫലം അതാണ്. നമ്മൾ വ്യത്യസ്തതകൾ ഒരിക്കലും മായ്ക്കാൻ കഴിയില്ല. പല വ്യത്യസ്ത വിദ്യാഭ്യാസം ഉണ്ടാകാം, വ്യത്യസ്ത സാമ്പത്തിക നിലകളുണ്ടാകാം, വ്യത്യസ്തമായ ആരോഗ്യ നിലകളുണ്ടാകാം, കുടുംബ പശ്ചാത്തലങ്ങളുണ്ടാവാം, സാമൂഹിക സ്ഥാനങ്ങളുണ്ടാകാം. നമ്മൾ വ്യത്യസ്തരാണ് എന്തുകൊണ്ടും. ആ വ്യത്യസ്തകൾക്ക് അപ്പുറത്തേക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഒന്നായി മാറുന്ന, ഒരേപോലെ ഒന്നായി ചേരുന്ന, ഉൾച്ചേരുന്ന വലിയൊരു മഹത്വമുണ്ട് ആരാധനയ്ക്കകത്ത്. ഇന്ന് പൽക്കാലം ദൈവസേനയിൽ വന്നിരിക്കുന്ന നമ്മളെല്ലാം അറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ അറിയുന്നത് അത് നമുക്ക് കർത്താവിൻ്റെ തിരുത്താഴത്തിൻ്റെ അർത്ഥത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളെല്ലാം ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അങ്ങനെ നമ്മൾ ഒന്നാകുന്നത്, നമ്മളെല്ലാം ഒരുപോലെയാണെന്ന്, ഒരേ ഗ്രേഡാണെന്ന് മനസ്സിലാക്കുന്ന ഒരേ ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മളിവിടെ ഇരിക്കുന്നത്, നമ്മളായിരിക്കുന്നത് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. അത് നമ്മുടെ ആരുടെ മെറിറ്റ് കൊണ്ടല്ല, കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. ക്രൂശിൽ അവൻ സഹിച്ച ത്യാഗത്തിൻ്റെ വിലയാണ്. അവൻ നമ്മൾക്ക് വേണ്ടി കൊടുത്ത, അനുഭവിച്ച വേദനയുടെ ഫലമാണ് നമ്മൾ എന്നുള്ളത് കൊണ്ടാണ്. അതാണ് ഞാനും നിങ്ങളെല്ലാം ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്ന ആ അടിസ്ഥാന. അതുകൊണ്ടാണ് ഒരു പക്ഷേ തിരുവത്താഴം തന്നെ ആ സിംബോളിക്കായിട്ട് വിഗ്രഹാരാധനയ്ക്കെതിരെ പൗലോസ് പറയാൻ കാരണം. ശരിയായ ആരാധനയിൽ ഇരിക്കുന്ന ഓരോ വ്യക്തിയും നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത്, ശരിയായ ആരാധനയിൽ നമുക്കുണ്ടാകുന്ന മനോഭാവം എന്ന് പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് ഞാൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിൻ്റെ, ക്രൂശീകരണത്തിൻ്റെ, അവനെനിക്ക് വേണ്ടി സഹിച്ച സഹനത്തിൻ്റെ ഫലമാണ് ഞാൻ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും. നമ്മെല്ലാം ഒരു തുല്യമായ പശ്ചാത്തലത്തിലാണ്, ക്രിസ്തുവിൽ ഉൾച്ചേരുന്നെന്നുള്ള അറിവിലാണ് നാം എല്ലാം തിരിച്ചറിയുന്നത്. എല്ലാം നമ്മൾ ഒന്നാണ്, ഒരു മനുഷ്യൻ എന്ന പോലെ, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന പോലെ നമ്മളായിത്തീരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സ്വരങ്ങൾ ഒരുപോലെയാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്നുപോലെയാകുന്നത്.
ദൈവസഭ എന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ ആരാധനകൾ ഉണ്ടായി ഉരുത്തിരിയേണ്ട ഒരു ബോധ്യം എന്താണെന്നറിയാമോ? നാം ദൈവജനമാണ്. മറ്റെന്തിനേക്കാളുപരി നാം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്, കർത്താവിൻ്റെ മക്കളാണ് എന്നുള്ള ബോധ്യമാണ് നമ്മുടെ. കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന് നമുക്ക് മാറി സഞ്ചരിക്കാൻ കഴിയില്ല. അങ്ങനെ വരുന്നിടത്ത് ശരിയായ ആരാധനയിൽ നമ്മൾ വഴിമാറിപ്പോവും. നമുക്കൊരിക്കലും അങ്ങനെ ആകാൻ കഴിയത്തില്ലാത്തതിൻ്റെ കാരണം നമ്മൾ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ യേശു നമുക്ക് വേണ്ടി സഹിച്ച സഹനങ്ങളാണ്. കർത്താവ് നമ്മൾക്ക് വേണ്ടി നമ്മളെ വില കൊടുത്ത് വാങ്ങിയതാണ്. ഹല്ലേലൂയ. യോഗ്യരല്ലായിരുന്നു നമ്മളെ. പാപത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നാലും പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ഇരുട്ടിൻ്റെയും എല്ലാം അടിമകളായിരുന്നു നമ്മളെ. വിലയ്ക്ക് വാങ്ങിയെടുത്തത് കൊണ്ട് നമുക്കെല്ലാം ഒരു വിലയാണ് കർത്താവ് ഇട്ടേക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്ത് നമുക്ക് പല വിലയായിരിക്കാം, പക്ഷെ കർത്താവ് ഇട്ടേക്കുന്ന വില എന്താണെന്ന് അറിയുമോ? അവൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കെല്ലാം ഒരു വിലയാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വില കൊടുത്ത് നമ്മൾ വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ ഈ വിലയിൽ നില നമുക്ക് ഉണ്ടാകുകയില്ലായിരുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. ആ വില ചെറിയ വിലയല്ല. പാപം ചെയ്യാത്തവൻ സ്വന്തം ജീവൻ നൽകിയ വിലയാണ്. ഹല്ലേലൂയ. തെറ്റ് ചെയ്യാത്തവൻ തെറ്റുകൾ ചുമത്തപ്പെട്ടതിൻ്റെ വിലയാണ്. പാപം ചെയ്യാത്തവൻ കുരിശിലേറിയതിൻ്റെ വിലയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ഒരേ വിലയേ ആ സന്നിധാനത്തിലുള്ളൂ. നമുക്ക് ലോകത്ത് ഒത്തിരി വില കിട്ടാനുണ്ടാവാം. നമുക്ക് വില പല വിധത്തിൽ കൽപ്പിക്കുന്നവരുണ്ടാകാം. നമ്മുടെ വിദ്യാഭ്യാസം വെച്ചും നമ്മുടെ അറിവ് വെച്ചും ആരോഗ്യം വെച്ചും കുടുംബ ശ്രേഷ്ഠത വെച്ചും നമ്മുടെ എന്തെല്ലാം കാര്യങ്ങൾ വെച്ചും നമുക്ക് പല വില ലോകം തരുന്നുണ്ടാകാം. പക്ഷെ കർത്താവിന് മുമ്പിൽ വരുമ്പോൾ അവൻ ഒരു വിലയല്ല കാണാൻ നമ്മളെ. എൻ്റെ രക്തത്തിൻ്റെ വില. അങ്ങനെയല്ലാതെ കർത്താവിന് നമ്മളെ കാണാൻ കഴിയില്ല. ഇതെൻ്റെ രക്തം കൊടുത്ത് വാങ്ങിയെന്നുള്ള ബോധത്തിലാണ് കർത്താവ് നമ്മൾ ഓരോരുത്തരെയും കാണുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് നോക്കുന്നത് ആ കണ്ണുകൊണ്ട് മാത്രമാണ്. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന് മുഖപക്ഷമുണ്ടെന്ന് വരും. ഹല്ലേലൂയ. നമ്മളെക്കാൾ എത്ര ശ്രേഷ്ഠന്മാർ മഹാന്മാർ ലോകത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഈ പദവി ലഭിച്ചത്? അവൻ്റെ രക്തത്തിൻ്റെ വില. അതുകൊണ്ട് അത് നമ്മളെ യൂണിഫൈ ചെയ്യുന്ന ഫാക്ടർ, ജനത്തെ സംയോജിപ്പിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ പറഞ്ഞു ഞാൻ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ടൈറ്റിൽ പറയുന്നത്. അപ്പം ഒന്നാകുന്നു ആകൊണ്ട് നാം പലരായ ഒരു ശരീരമാകുന്നു, അല്ലേ? പലരായ നാം ഒരു ശരീരം ആകുന്നു. നമ്മളൊരു ശരീരമാണ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, അത് കർത്താവിനോട് താതാത്മ്യപ്പെടുത്തുന്നതാണ് ശരിയായ ആരാധന. കർത്താവിനോട് താതാത്മ്യപ്പെടുക, കൺഫേം ചെയ്യുക. അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? 20-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾ കഴിക്കുന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. നമ്മൾ ആർക്കാണ് കൂട്ടാളികളാകുന്നത്? കർത്താവിന് കൂട്ടാളികളാവുകയാണ്. കർത്താവിൻ്റെ മേശയോട് അടുക്കുന്നതോടും കർത്താവിൻ്റെ മേശയിൽ പകപാക്കുന്നതോടും നമ്മൾ ആരായി മാറുകയാണ്? കർത്താവിനോട് കൂട്ടാളികളാവുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ രക്തത്തിലും മാംസത്തിലും നമ്മൾ പങ്കുചേരുകയാണ് ചെയ്യുന്നത്. അവൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് നമ്മൾ അടുത്തില്ലേ ചെയ്യുന്നത്. അവൻ എന്ത് കാണിച്ചെന്നോ അതിനോട് അടുത്തില്ലേ ചെയ്യുന്നത്. ചെറിയ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിയോഗം എന്താണ്? ക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ളതാണ്. കർത്താവിനെ പോലെ ആകുക എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സ്വഭാവങ്ങളും കർത്താവ് ചെയ്ത കാര്യങ്ങളോട് നമ്മൾ അടുത്തടുത്ത് ചെല്ലേണ്ടതായിട്ടുണ്ട്. ഇവിടെ പറയുന്ന ഒരു പ്രധാന പ്രയോഗം നോക്കിക്കേ, ജാതികൾ ബലി കഴിക്കുന്ന ദൈവത്തിനല്ല ഭൂതങ്ങൾ കഴിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. എയ്തർ ഓർ എന്ന് പറഞ്ഞാൽ അതും ഇതും കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വിഗ്രഹാരാധന എന്ന് പറയുന്നതിൻ്റെ ഏത് ഫോം നമ്മുടെ കയ്യിലുണ്ടായാലും, അതിനോട് ഏതെല്ലാം രൂപത്തിൽ നമ്മൾ അനുരഞ്ജനപ്പെട്ടാലും കർത്താവിൻ്റെ മേശയുമായിട്ട് ചേർന്ന് പോകാൻ നമുക്ക് പറ്റത്തില്ല. അതാ സ്പഷ്ടമായിട്ട് എഴുതിയേക്കുന്നത്. വേണം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വായിച്ചു നോക്കാം. നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത് കർത്താവിനോട് നമ്മൾ അനുരഞ്ജനപ്പെടുന്നതിൻ്റെ അതിൻ്റെ ഒരു സിമ്പലാണ്. കർത്താവിൻ്റെ മരണത്തോട് പുനരുത്ഥാനത്തോട് നമ്മൾ അടുത്ത് ചെല്ലുന്ന ഒരു പ്രക്രിയയാണ്. അവൻ്റെ ശരീരവും മാംസവും സംബന്ധിച്ച് കുറ്റക്കാരാകാതെ അടുത്ത് ചെല്ലാൻ നമുക്ക് നിർദ്ദേശമുണ്ട്.
അപ്പോൾ സൂക്ഷ്മതയോടെ നമ്മൾ അറിയണം, നാം തിരുവത്താഴത്തിൽ ചെയ്യുന്ന കർത്താവിനോട് അവൻ്റെ മാംസത്തോടും അവൻ്റെ രക്തത്തോടും അല്ലെങ്കിൽ എന്താണ് അതിന് കൂട്ടാളികളാവുക അല്ലേ? അങ്ങനെയല്ലേ അത് പ്രയോഗം? പൗലോസ് അങ്ങനെയല്ലേ പറയും? അതെ, നിങ്ങൾക്ക് ഭൂതങ്ങളുടെ കൂട്ടാളികളാകാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രം കുടിപ്പാൻ പാടില്ല. നമ്മൾ ഏതെങ്കിലും വിധത്തിൽ അറിഞ്ഞോ അറിയാതെയോ ദൈവികമല്ലാത്ത കൂട്ടായ്മകളിൽ പെടുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ പാനപാത്രവുമായിട്ട് അടുക്കാൻ പാടില്ല. നേരെ തിരിച്ച് കർത്താവിൻ്റെ പാനപാത്രമായിട്ട് അടുക്കുന്ന ഒരാൾക്ക് ഭൂതങ്ങളുടെ പാനപാത്രമായിട്ട് എടുക്കാനായിട്ട് അവകാശം ഇല്ല. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പാടില്ലേ? ഉണ്ട്. ഞാൻ തീരുമാനിക്കുന്നു കർത്താവിൻ്റെ പാനപാത്രം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അതിലേക്ക് ചെല്ലാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരു കാരണവശാലും ഭൂതങ്ങളുടെ അല്ലെങ്കിൽ ദൈവികമല്ലാത്തതിൻ്റെ വിഗ്രഹങ്ങളുടേതായ ഒരു പാനപാത്രത്തിലേക്ക് എനിക്ക് ചെല്ലുവാൻ പാടില്ല. നമ്മുടെ സംസ്കാരം, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഒത്തിരിയേറെ ആശയങ്ങളുടെ കൂമ്പാരത്തിലാണ് ജീവിക്കുന്നത്. അത് കുഴപ്പമില്ലാന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓർത്തിരിക്കുക, കർത്താവ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? അവനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചോയ്സ് അവനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറയാൻ കാരണം. അവനാണ് ഫസ്റ്റ്. സീക്ക് ഈ ഫസ്റ്റ് എന്നാണ് പറയുന്നത്. അവനാണ് ഒന്നാമത്. അത് വിട്ടുള്ള നമ്മുടെ ഏത് പ്രകൃതിയും എങ്ങോട്ടുള്ള തിരിഞ്ഞു മറിഞ്ഞ് എവിടെയെല്ലാം പോയാലും അതെല്ലാം നമ്മുടെ ജീവിതത്തെ കെടുത്തിക്കളയുന്നതായിരിക്കും, കർത്താവിൻ്റെ സാമീപ്യത്തെ തള്ളിക്കളയുന്നതായിരിക്കും. കർത്താവിനെ ഒന്നാമതാക്കാതെ നമ്മൾ എത്ര സ്ഥാനം കൊടുത്തിട്ടും കാര്യമില്ല. കർത്താവിന് സ്ഥാനം കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന് പ്രയോറിറ്റി ഒന്നാം സ്ഥാനം തന്നെ കൊടുത്തിരിക്കുക. കാരണം അത് അവൻ അർഹിക്കുന്നു. മറ്റെല്ലാ കാര്യങ്ങൾക്ക് ശേഷമാണ് കർത്താവിനെ നാം ഉൾക്കൊള്ളുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മൾ തോറ്റുപോയേക്കാം ജീവിതത്തിൽ. അതുകൊണ്ട് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ വ്യക്തമായി പറയുന്നു, നിങ്ങൾക്ക് രണ്ടിനകത്തും ഒരുപോലെ. ചില കാര്യങ്ങളിൽ വചനം വളരെ വ്യക്തമായി പറയാറുണ്ട്, നിങ്ങൾക്ക് മാമോനെയും ദൈവത്തെയും ഒരുപോലെ സേവിക്കാൻ കഴിയില്ല. ചില കാര്യങ്ങളിൽ വചനം വളരെ കൃത്യമായും എയ്തർ ഓർ എന്ന് പറയുന്നുണ്ട്. ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്. ഈ രണ്ടും കൂടെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. വിഗ്രഹാരാധനയും സംബന്ധിച്ച കാര്യം ഇതൊക്കെ തന്നെയാണ്. ദൈവത്തിന് ഒരിക്കലും ഇഷ്ടപ്പെടാൻ കഴിയാത്ത, നമ്മുടെ ജീവിതത്തിൽ വരരുന്ന് ആഗ്രഹിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് വിഗ്രഹങ്ങളുടെ പുറകെയുള്ള പോക്ക്. പക്ഷെ വിഗ്രഹങ്ങളുടെ പുറകെയുള്ള പോക്ക് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. നമ്മുടെ ഉള്ളിൽ എപ്പോഴും അതിനുള്ള ഒരു താല്പര്യം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, കേവലമായൊരു എന്താ പറയുന്നത്, ഒരു വിഗ്രഹം വയ്ക്കുന്നത് മാത്രമല്ല, എത്രയോ ആളുകളെ സംബന്ധിച്ച് അവിടെ ഇവിടെ എല്ലാം നേർച്ചകളും കാഴ്ചകളായിട്ടൊക്കെ പോകുന്നതിനെ പറ്റി നമുക്ക് അറിയാമെന്നറിയോ? കേൾക്കാറുണ്ട് അങ്ങനെയൊക്കെ. അവിടെ ഇവിടെയും നേർച്ചകളും കാഴ്ചകളും, കുറച്ച് ആരാധനയും, കുറച്ച് അവിടെ കുറച്ച് എന്താ പറയുന്നത്, കുറച്ച് കൈയടിയും പാട്ടും, കുറച്ച് പൂജകളും, അല്ലെങ്കിൽ കുറച്ച് മെഴുകുതിരി കത്തിക്കലുകളായിട്ടൊക്കെ പോകുന്ന ആളുകളുണ്ട്. ഈ പല പരിപാടിയൊന്നും ഒരു കാരണവശാലും കർത്താവ് പ്രതീക്ഷിക്കുന്നതല്ല, കർത്താവ് പ്രസാദിക്കുന്നതുമല്ല. ഇതാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവിനോടൊപ്പമാണ്, കർത്താവിനോടൊപ്പം നിൽക്കാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. അതാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നൊരു കാര്യമല്ല. നമുക്ക് സാധിക്കുമായിരിക്കും, പക്ഷെ കർത്താവിന് പ്രസാദിക്കുന്നൊരു കാര്യം അല്ല എന്ന് വചനം പറയുന്നു. പൗലോസ് വളരെ വ്യക്തമായി പറയുകയാണ്, നിങ്ങൾക്ക് ഭൂതങ്ങളുടെ പാനപാത്രവും കർത്താവിൻ്റെ പാനപാത്രവും ഒരിക്കലും കഴിയില്ല. കാരണം കർത്താവിൻ്റെ പാനപാത്രം എന്താണെന്നറിയാമോ? സകല മനുഷ്യരാശിയെയും അവൻ്റെ പാപത്തിൽ നിന്ന് വിലക്കെടുക്കുവാൻ അവൻ കൊടുത്ത രക്തത്തിൻ്റെ ഓർമ്മയാണത്. അതൊരു കാരണവശാലും നമുക്ക് അലക്ഷ്യതയോടെ കാണാൻ കഴിയില്ല. നിങ്ങൾ കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. പിന്നെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അപകടകരമായ പ്രയോഗം. അല്ല, നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നുവോ? അവനേക്കാൾ നാം ബലവാന്മാരോ? ആ വാക്കുകൾ ചെറുതാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ പലപ്പോഴും അലക്ഷ്യമായ, ശ്രദ്ധയില്ലാത്ത ആത്മീയ ജീവിതം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ പല ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാരണങ്ങൾക്കും, പല നഷ്ടങ്ങൾക്കും, പരാജയങ്ങൾക്കും നമ്മൾ പിശാചിനെ കുറ്റം പറയാറില്ലേ? പലപ്പോഴും പിശാചാണ് അതിന് ഉത്തരവാദി. പലപ്പോഴും ദൈവത്തെ നമ്മൾ കോപിപ്പിക്കാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ അലക്ഷ്യമായ ക്രിസ്തീയ ജീവിതം കൊണ്ട് പലപ്പോഴും ദൈവത്തിന് കോപമുണ്ടാക്കിക്കാറുണ്ടോ? നമ്മൾ ആലോചിക്കണം. ശ്രദ്ധയില്ലാതെയുള്ള, വചനാനുസൃതമല്ലാതെയുള്ള നമ്മുടെ ആത്മീയ ജീവിതം പലപ്പോഴും ദൈവത്തെ കോപിപ്പിക്കാറുണ്ട്, അവനിൽ ക്രോധം ജനിപ്പിക്കാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം.
പലപ്പോഴും നാം അവനേക്കാൾ ബലവാന്മാരോ എന്നുള്ള ചോദ്യത്തിന് അർത്ഥം എന്താണെന്നറിയാമോ? നാം അവരുടെ മല്ല് പിടിക്കാൻ നമ്മൾ റെഡിയാവുന്നുണ്ടോ എന്നാണ് അർത്ഥം. അവനോട് മസിൽ പിടിക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ എന്നാണ് അർത്ഥം. അപ്പോൾ ദൈവത്തെ അനുസരിക്കേണ്ട നമ്മൾക്ക് ദൈവത്തോട് മത്സരിക്കാൻ കഴിയില്ല. വിഗ്രഹാരാധന എന്ന് പറയുന്ന ഒരു പക്ഷേ ദൈവത്തെ കോപിപ്പിക്കാനും ദൈവത്തോട് മല്ല് പിടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രയോഗമാണ് നമ്മളിത് വായിച്ചാൽ മനസ്സിലാകും. എത്ര രൂക്ഷമായ ഒരു തെറ്റാണ് പലപ്പോഴും നമ്മൾ അലക്ഷ്യതയോടെ കാണുന്നറിയാമോ? നിങ്ങൾ പലർക്കും ഇത് ബാധകമല്ലാത്ത കാര്യമായിരിക്കും ഞാൻ ഈ പറയുന്നത്. എന്നാൽ പോലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വിഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾ തന്നെ വിഗ്രഹങ്ങളായി മാറിപ്പോയേക്കാം. പലപ്പോഴും നമ്മുടെ ചിന്താഗതികൾ നമ്മളെ തന്നെ ഉയർത്തും, നമ്മളെ തന്നെ എക്സോൾട്ട് ചെയ്യുന്നതായിട്ട് മാറിയേക്കാം. അവിടെ നിന്നെല്ലാം നമ്മൾ പുറത്തു വരണം. കർത്താവ് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അവനെക്കാളും ഒരു മറ്റാരെക്കാളും സ്നേഹിക്കുന്നത്. ദൈവം പറയുന്നൊരു പ്രത്യേക വാക്കുണ്ട്. എന്നെ വളരെ വേദനിപ്പിച്ച് ദൈവം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും കൊടുക്കുകയില്ല. ആ പാഠം പഠിക്കാൻ ഞാൻ വളരെ പ്രയാസപ്പെട്ട ഒരു പാഠമാണത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മണ്ടത്തരത്തെ ഞാൻ മറികടന്നത് അതിൻ്റെ ഒടുവിൽ ദൈവം എന്നെ പഠിപ്പിച്ച കാര്യമാണിത്. ദൈവത്തിൻ്റെ മഹത്വം ദൈവം മറ്റാർക്കും കൊടുക്കത്തില്ല കേട്ടോ. അതാരും കൊടുക്കാൻ പോകരുത്, നമുക്കാണേലും മറ്റുള്ളവർക്കാണെങ്കിലും. പിന്നെ എങ്ങനെയാണ് നമ്മളൊരു വസ്തുവിൽ കൊണ്ട് ആരോപിക്കുന്നത്? ദൈവത്തെ നമ്മൾ അറിയാത്തത് കൊണ്ടല്ലേ പലപ്പോഴും നമ്മൾ ഈ വസ്തുക്കളിലേക്ക് മനുഷ്യരിലേക്കൊക്കെ പോകുന്നത്. ദൈവത്തെ അതിൻ്റെ മഹത്വത്തിൽ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടല്ലേ നമുക്ക് പലപ്പോഴും മറ്റു മനുഷ്യരും ദൈവത്തിന് തുല്യമായിട്ട് നമുക്ക് കാണാൻ നമുക്ക് കഴിയുന്നത്. ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിൻ്റെ ചുറ്റുവട്ടമുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ വചനം നമ്മോട് പറയുന്നു, അല്ലല്ല, തേജോമാനായ ദൈവത്തെ മറ്റൊന്നിനും തുല്യപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല. ഹല്ലേലൂയ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവം നമ്മളുടെ സ്നേഹം നിമിത്തമല്ലേ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്, അല്ലേ? നമ്മുടെ ഇടയിൽ വസിച്ചത് അതുകൊണ്ടല്ലേ? നമുക്ക് കാണാനും തൊടാനും ഭാഗത്തിന് അവൻ ഭൂമിയിൽ ജീവിച്ചതുകൊണ്ടല്ലേ? ആ വലിയവനായ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നിയുകൊണ്ടല്ലേ നമ്മുടെ ഇടയിൽ മനുഷ്യനായി ഇറങ്ങി വസിച്ചത്. ഇനി അതും പോരാഞ്ഞിട്ട് അവൻ ഈ ഭൂമി വിട്ടു പോകുമ്പോൾ നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളെ തനിച്ചാക്കിയിട്ടല്ല പോകുന്നത്, നിങ്ങൾ ഉള്ളിൽ വസിക്കുവാനായിട്ട്, നിങ്ങളെ നടത്തുവാനായിട്ട് പരിശുദ്ധാത്മാവ് കാര്യസ്ഥനും തരും. അവൻ വീണ്ടും നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. അതാണ് നമ്മുടെ പ്രത്യേകത. ആത്മാവ് ഉള്ളിൽ വസിക്കുന്ന, ദൈവം ഉള്ളിൽ വസിക്കുന്ന മനുഷ്യരാണ്. നമ്മുടെ ശരീരമാണ് അവൻ്റെ ആലയം. അവൻ നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത്. അത്രയും തീക്ഷ്ണമായി ഇടപെടുന്ന, സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു ദൈവത്തിന് മുമ്പിൽ നമുക്ക് എന്തിനാണ് മറ്റൊരു വിഗ്രഹത്തിൻ്റെ ആവശ്യം? നമുക്കെന്തിനാണ് മറ്റൊരാളുടെ ആവശ്യം? നമുക്ക് ദൈവതുല്യമായ മറ്റ് പ്രതിഷ്ഠകളുടെ ആവശ്യം എന്താണ്? ഒന്നിൻ്റെയും ആവശ്യമില്ല. അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്, ഇറങ്ങി വസിക്കുക. ആത്മാവായി, ആത്മസാന്നിധ്യമായി നമ്മുടെ ഉള്ളിൽ ഇറങ്ങി വസിക്കുമ്പോൾ നമ്മൾ ഉറപ്പാക്കണം, എൻ്റെ ജീവിതത്തിൽ മറ്റൊരു വിഗ്രഹം ഇനി ഇല്ല കർത്താവേ. നിന്നെക്കാൾ ഉപരി മറ്റൊന്നിനെ സ്നേഹിക്കാനോ നിൻ്റെ മഹത്വം മറ്റൊന്നിൽ ആരോപിക്കാനോ ഞാൻ വിട്ടുപോകുകയില്ല എന്ന് നമുക്ക് ദൈവസേനയിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല നിരാശകളുടെയും സങ്കടങ്ങളുടെയും കാരണം എന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവ സാന്നിധ്യത്തെ പലപ്പോഴും തിരിച്ചറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന, നമ്മളൊരു ഇടപെടുന്ന, നമ്മുടെ ഉള്ളിൽ നിന്ന് ഗൈഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തെ നമ്മൾ പലപ്പോഴും അംഗീകരിക്കുകയോ അവനെ അനുവദിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നാം പല കെണികളിൽ ചെന്ന് പെടുന്നത്. നമ്മൾ അനുഭവിക്കുന്ന പല സങ്കടങ്ങളുടെയും കാരണം എന്താണെന്നറിയാമോ? ദൈവം നമ്മളെ അവനെ ഉള്ളിൽ വസിക്കാൻ നമ്മൾ അനുവദിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിന് പുറത്ത്, ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നതിന് പുറത്ത് എവിടെയോ വസ്തുക്കളിലും മനുഷ്യരിലുമൊക്കെ അവനെ നമ്മൾ ആരോപിച്ചുകൊണ്ടിരിക്കുക. അവിടെ പോയാൽ ഒരുപക്ഷെ ഇന്നയാളുടെ കൈവപ്പ് കിട്ടിയാൽ, അല്ലെങ്കിൽ അയാൾ പ്രാർത്ഥിച്ചാൽ എന്നൊക്കെ നമ്മളങ്ങ് ആഗ്രഹിക്കുക. അതും തെറ്റാന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതും ദൈവത്തെക്കാൾ മുകളിലാകാൻ പാടില്ല, അവന് പകരമാകാൻ പാടില്ല. ഒരാളുടെ കൈവെപ്പ് കിട്ടിയ അനുഗ്രഹം നല്ലതാണ്, പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമാണ്. പക്ഷേ അതൊരിക്കലും ദൈവത്തിന് തുല്യമായി മാറാൻ ആ വ്യക്തിയിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകാൻ ഇടവരുത്തരുത്. അങ്ങനത്തൊരു ട്രെൻഡുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്തൊരു ട്രെൻഡ് പിശാച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. മനുഷ്യർ മനുഷ്യരായി മാറുന്ന, അല്ലെങ്കിൽ മനുഷ്യ ദൈവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക. വിഗ്രഹങ്ങൾ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. നമുക്കവിടെ മറികടക്കണം.